മോദിജി എല്ലാം തന്നു, അതുകൊണ്ട് ഞങ്ങളെല്ലാം റെഡിയാണ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാം തേനും പാലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പട്ടിണിയില്ല, ഇവിടെ എല്ലാവർക്കും കക്കൂസുണ്ട്, കിടക്കാനുള്ള വീടുണ്ട്, മരത്തിൻ്റെ മൂട്ടിലാണ് ആളുകൾ കിടക്കുന്നത്, വീടുണ്ട്, എല്ലാം ഉണ്ട്, ഇവിടെ സുഭിക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ദാരിദ്ര്യത്തിൻ്റെ ഇൻഡെക്സിലുണ്ടല്ലോ 111 സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. അത്രയും നേടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കാലം കൊണ്ട്. വലിയ നേട്ടമാണ്. എന്നാൽ ഈ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ എന്നിട്ട് ഇവരെന്താ അവതരിപ്പിക്കുന്നത്? വികസനം. ആര് വികസിച്ചെന്നാണ്? ഇവിടെ അംബാനി അദാനിയും വികസിച്ചതാണോ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം? അതാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ്. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാനൊക്കാത്തത് കൊണ്ടാണ് അവസാനം നോക്കിയപ്പോൾ എന്താ മാർഗം? ഓരോ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കണം. കേജ്രിവാൾ മിടുക്കനാണ്. അയാളടുത്ത് പിടിച്ചിരിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ അയാളെ അങ്ങ് അകത്തായി കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടക്കത്തില്ലല്ലോ. അങ്ങനെ ആ പാർട്ടിയെ ഒതുക്കാമെന്നുള്ള. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നോക്കിക്കൊണ്ടും ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ആ ഒരു കാര്യമില്ലാതെ പിടിച്ച് ജയിലിടുക. കാരണം PMLA ഇതനുസരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എളുപ്പം അയാൾക്ക് ജാമ്യം കിട്ടത്തില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ED കൊണ്ട് ഉപയോഗിച്ച് ഇത് ചെയ്യുകയാണ്. കഴുത്തെ കത്തി വെച്ച് പണം പിടിക്കുന്നത് പോലെ ഈ കോർപ്പറേറ്റ്സിൻ്റെ നിന്നൊക്കെ പണം പിടുങ്ങി ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഓമന പേരിൽ വാങ്ങി. അത് അറിയാതിരിക്കാനാവുന്ന പണി നോക്കി നമ്മുടെ സുപ്രീം കോടതി വിചാരിച്ചുകൊണ്ട് ജനങ്ങൾ ഇത് അറിഞ്ഞു. ഇനി ഇത് അറിഞ്ഞതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് ഇവർക്കൊരു ചെറിയ പേടിയുണ്ട്. അപ്പോൾ അത് ഓരോന്ന് ക്ലച്ച് പിടിക്കാതെ വരുമ്പോൾ, അപ്പോൾ ഇവിടെ ഒരു മഹാറാലി ഇപ്പം നടന്നല്ലോ, അത്ര വലിയ റാലിയല്ലേ ഇന്ത്യ മുന്നണിയുടെ റാലി ഡൽഹി നടന്നത്, രാംലീല മൈതാനത്ത് നടന്ന അത്ര ഭയങ്കരമാണ്. ഇത്ര 20 ലക്ഷം ആളുകളും കണ്ടത് അതിൽ പങ്കെടുത്തേക്കുന്നത്. അതേപോലെ എല്ലാ നേതാക്കളും ഒന്നിച്ചു. ഏതായാലും ശ്രീ നരേന്ദ്രമോദിയുടെയും ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ ഈ പ്രവർത്തനം മൂലം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നവർക്ക് ഒരു കെട്ടുറപ്പ് വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇവരുടെ ഈ പ്രവർത്തനം, അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തിരിച്ചടിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാറാലിയിലെ വിജയം കണ്ടത്. അതിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും കൈമെയ് മറന്ന് ഒന്നായിട്ട് അവിടെ നിന്ന് അതിലെ ജനങ്ങളെ ആ റാലി അഭിസംബോധന ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടത് യഥാർത്ഥത്തിൽ ഇവർക്ക് തിരിച്ചടിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഡൽഹിയിൽ ഏതാനും സീറ്റുകൾ BJPക്ക് കിട്ടിയിരുന്നു ലോക്സഭയിലെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ ആം ആദ്മി പാർട്ടിയെ ഈ ശല്യം ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട് അത് തിരിച്ചു കിട്ടാൻ അത് തിരിച്ചടിക്കും എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുണ്ടാകുന്നത്. സാധാരണക്കാരൻ എന്നുള്ള ഒരു നിലയ്ക്കുള്ള ഒരു തോന്നലാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനിതിനകത്ത് വലിയ എക്സ്പെർട്ടൊന്നും വലിയ കാര്യത്തിൽ, പക്ഷേ അത് തിരിച്ചടിക്കും. അപ്പോൾ അതിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇലക്ട്രൽ പെട്ടികൾ, അതായത് EVM സ്വന്തമാക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് EVM കയ്യിൽ. അത് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഇനി റീപ്ലേസ് ചെയ്യാതെ തന്നെ എക്സിസ്റ്റിങ് EVMലായാലും കള്ളത്തരം കാണിക്കാം, ഒരുപാട് കാണിക്കാം, ഇഷ്ടമാതിരി പ്രോഗ്രാം ചെയ്ത് കള്ളത്തരം കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നേരെയുള്ള വോട്ടിൽ ഇവർക്ക് ജയിക്കാൻ പറ്റും എന്ന് നമുക്ക് കരുതേ വേണ്ട. കാരണം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെ പ്രതിപക്ഷത്തെ ഒതുക്കുന്ന ഒരു ഇടപാട്. ഇപ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ച് ആദ്യം ഒരു നോട്ടീസ്, അതായത് പണ്ട് ഈ VD രാജപ്പൻ എന്ന് പറയുന്ന അയാളുടെ, അത് VD രാജപ്പൻ്റെ ആണോ അതോ ഏതോ ഒരു കോമഡി പ്രോഗ്രാം ഞാൻ കാണാനിടയായിട്ടുണ്ട്. അതിനകത്ത് ആരുടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് കപ്പൽ ഒരു ചോദ്യം ചോദിക്കുക, അതായത് കപ്പിത്താനായിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുക. അപ്പം കാറും കൂളും നിറഞ്ഞ അന്തരീക്ഷം വന്നു, പേമാരി, ഭയങ്കര വളരെ കൊടുങ്കാറ്റ്, ഇതെല്ലാം കടലിനെ അടുക്കടിച്ചു. നിങ്ങൾ കപ്പൽ വട്ടം കറങ്ങാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊരു നങ്കൂരം ഇടും കേട്ടോ. അപ്പോൾ അടുത്തത്, അതായത് വീണ്ടും ഇത് അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കപ്പലിന് നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല, കപ്പൽ അവിടെ അതിൽ നിൽക്കുന്നില്ല, അപ്പം ഞാൻ വീണ്ടും ഒരു നങ്കൂരം ഇടും എന്ന് പറഞ്ഞ് ഇതെല്ലാം എന്ത് ചോദിച്ചാലും അവസാനം പറയുന്നത് ഒരു നങ്കൂരം ഇടുമെന്നാണ്. ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പോലാണ് ഇൻകം ടാക്സിൻ്റെ ഒരു നോട്ടീസ് ആദ്യം. പണ്ട് ഈ കൊച്ചുനാളിൽ കിടന്നുറങ്ങിയപ്പോൾ പായി മൂത്രം ഒഴിച്ചതിന് ഒരു ടാക്സ് ഒന്ന്, അതിൻ്റെ എല്ലാം പെനാൽറ്റിയും എല്ലാം കൂടെ ചേർത്ത് ഒക്കാത്ത അവർക്ക് വഹിക്കാൻ വയ്ക്കാത്ത, അവരുടെ പണമൊന്നുമില്ല, കോൺഗ്രസിൻ്റെ കയ്യിലൊന്നുമില്ല, അതൊരു നോട്ടീസ്. പിന്നെ അത് ആശ്വസിച്ചിരുന്ന അതിനെങ്ങനെയെങ്കിലും മറുപടിയൊക്കെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തത് ഇന്ന പീരീഡിലേക്കുള്ളതിൻ്റെ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത നോട്ടീസ്, അടുത്ത നങ്കൂരം. ഇനി അവസാനം ഇപ്പോൾ വന്നേക്കുന്നത് എന്താ? വീണ്ടും 2021 ഇത്ര കൊടുക്കാണ്ട്. ഇവർ വാങ്ങിയെടുത്തേക്കുന്ന പണത്തിനേ ഉള്ളൂ ഈ ടാക്സ് ഉള്ളത്. BJPക്ക് കിട്ടിയ പണത്തിന് ടാക്സ് ഒന്നുമില്ല. അത് ഇൻകം ടാക്സുകാരെ അറിഞ്ഞൂടാ. ഇൻകം ടാക്സുകാർ ഡീ സ്ലംബർ, അതായത് അഗാധമായ ഉറക്കത്തിൽ നിന്ന് അവരൊന്ന് ഉണരണം.
കാരണം BJP കിട്ടിയ പണത്തിന് ഈ ടാക്സ് വരുമല്ലോ. അവർ കൊണ്ടുവന്നുണ്ടോ ടാക്സ്? കൊടുക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അതൊന്ന് വെളിവാക്കണ്ടേ? ഈ കൊടുക്കുന്നില്ലെങ്കിൽ അതിന് ടാക്സ് വാങ്ങിയെടുക്കണ്ടേ? അതായത് ഇന്ത്യൻ നിയമങ്ങൾക്ക് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പണം വാങ്ങിയപ്പോൾ, ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സമാഹരിച്ചപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടപ്പോൾ ഈ കൊടുത്തവനും വാങ്ങിയവനും ഇതിന് ടാക്സ് കൊടുക്കണം. അത് ഉറപ്പാണല്ലോ അത്രയും ടാക്സ് കൊടുക്കണമെന്ന്. അപ്പോൾ ഇവരത് കണക്കൂട്ടി പറയുന്നുണ്ട് 4700 കോടി രൂപ BJP കൊടുക്കാനുണ്ട്, അത് ചോദിക്കുന്നില്ലെന്ന്. ശരിയാണ്, ഇത് ജനങ്ങൾക്ക് തോന്നത്തില്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്താ, അപ്പോൾ നോക്കിയപ്പോൾ കോൺഗ്രസിനെ മാത്രം പിടിച്ചു കഴിഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ട് ഒന്നും വാങ്ങാതിരുന്നതാണ് ഇടതുപക്ഷ കക്ഷികളും മുസ്ലിം ലീഗും. അവരെ കൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കും ഇത് ആരും കൊടുക്കാത്തത്, ഇലക്ട്രൽ ബോണ്ട് അവർക്ക്. എന്തായാലും ശരി, ഏതായാലും അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കും കിട്ടിയിട്ടുണ്ട് 15 കോടി രൂപ ഏതാണ്ട് അടയ്ക്കാൻ. അവരുടെ ഈ ചിലപ്പോൾ പണമൊക്കെ കാണും, അടയ്ക്കുമായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു സംസ്ഥാനത്തെങ്കിലും ഇവിടെ കാര്യമായ ഭരണത്തിലുണ്ട്, ഇവിടെ നല്ല നല്ല ഒന്നാന്തര അഴിമതിയിലൂടെ പണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം അവരുടെ ചിലപ്പോൾ കണ്ടേക്കും. CP അവർക്ക് നോട്ടീസ്, അവരെവിടുന്ന് കൊടുക്കാനാണ്? ഇതേപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ED കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ ഇപ്പോൾ പൊടി തട്ടിക്കുടഞ്ഞ് വീണ്ടും അന്വേഷണം, അതായത് ഈ അഴിമതി ആരോപണങ്ങളിലേക്കുള്ള അന്വേഷണം, മണി ലോണ്ടറിങ്ങിലേക്കുള്ള അന്വേഷണം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് ഏപ്രിൽ 26 ഇതെല്ലാം അസ്തമിക്കും. ഈ സംഭവം ഇത് കഴിയും. ഏപ്രിൽ 26 കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാറുമായിട്ട് മാറും. തീർന്നു. അതല്ലാതെ വീണ്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ള ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഈ സമയത്ത്, ഇലക്ഷൻ്റെ സമയത്ത് ഇങ്ങനെ ഒതുക്കി വെക്കുക, അവർക്ക് അനങ്ങാൻ വയ്യാതാകുക, ആ രീതിയിലാക്കിയിട്ട് വേണോ ഈ BJPക്ക് ജയിക്കാൻ? ഈ BJP അവർക്ക് ഞങ്ങൾ 400 സീറ്റ് കിട്ടുമെന്നങ്ങ് പ്രസംഗിക്കുന്നുണ്ടല്ലോ. അഴിമതി ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പറയുന്നല്ലോ. ആദ്യം അവരുടെ അഴിമതി ഒന്ന് തുടച്ചു നീക്കട്ടെ, ഒന്ന് കുളിക്കട്ടെ, ആദ്യം ഒന്ന് കുളിച്ച് കയറട്ടെ, എന്നിട്ട് പറയുക നിൻ്റെ ദേഹത്ത് അഴുക്കിരിക്കുന്നെന്ന് വേറെ ആളുടെ അടുത്തും. എൻ്റെ ദേഹത്ത് അഴുക്കും വെച്ചോണ്ട് ഞാൻ പറയാ, ഇടേ നീ കുളിക്കുന്നില്ല, നിൻ്റെ ദേഹത്തെല്ലാം അഴുക്കാണ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്ന പണി. അത് ഒന്ന് മാറണം. ആ മാറിയാലേ എന്തെങ്കിലും അതായത് ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ.